ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർ പി വ്ളോഗ്സ് മലയാളത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, ഞാൻ ആദ്യമായിട്ട് വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഒരു മാവിനെ കുറിച്ചാണ്. നമ്മളെ സ്വന്തം മാവാണ്. മാവെന്ന് വെച്ചാൽ നല്ലൊരു മാവാണ്. അപ്പോൾ അതിനെ കാണിക്കാനാണ്, നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനാണ് നമ്മൾ വന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണുക. വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോസുകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പ്ലീസ് ഒത്തിരി സപ്പോർട്ട് ചെയ്യുക മച്ചാന്മാരെ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ കമോൺ, നമുക്ക് മാവിലേക്ക് പോവാം. മാവെന്ന് വെച്ചാൽ ഒരു നല്ല മാവാണ്. നമ്മൾ ഈ പുറത്തൊക്കെ ഇറങ്ങി നമ്മൾ ഈ വാഴയ്ക്കൊക്കെ നമ്മൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ജോലിയിലായിരുന്നു. നമുക്കൊത്തിരി ജോലിയൊക്കെ ഉണ്ടായിരുന്നു. തൂക്കണം, പിന്നെ ചുടുകട്ട പറക്കി വേറൊരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കണം. അതൊക്കെ ഭയങ്കര ഒരു ജോലിയായിരുന്നു. അങ്ങനെ കുറച്ച് ജോലിയായിരുന്നു. പിന്നെ എൻ്റെ കസിൻ്റെ കാല് ചുടുകട്ട വന്ന് കസിൻ്റെ കാല് വന്ന് വീണ് അങ്ങനെ അത് ഒരു പ്രശ്നം. അത് ഇപ്പോൾ കുഴപ്പമില്ല, അവനൊരു കുഴപ്പമില്ല. അപ്പോൾ ഒത്തിരി ജോലിയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മാവിൻ്റെ അടുത്താണ് പോകണം. മാവ് ഇവിടെ വന്നപ്പോഴൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു മാവ്. അപ്പോൾ മാവ് അങ്ങോട്ടാണ് മാവ് ഇരിക്കണത്. നമ്മൾ ഈ കടയിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ പോകും. നല്ലൊരു ഫ്രഷ്നെസ്, നല്ല എയറൊക്കെ കിട്ടണം നല്ലൊരു മാവാണ് അവിടെ ഉള്ളത്. അവിടെ മാങ്ങയുണ്ട്. മാങ്ങ സീസൺ ആകുമ്പോൾ മാങ്ങ പൂത്തൊലഞ്ഞ് തറയിൽ കൂടെ വീഴും. അപ്പോൾ നമ്മളതെടുത്ത് ചീന്തി കഴിക്കൂല. ചീന്തി കഴിച്ചിട്ട് എന്തായാലും ഒത്തിരി ഉപ്പും മുളകും പഞ്ചസാരയൊക്കെ ഇട്ട് കൂട്ടി അടിക്കും. അയ്യോ, പഞ്ചസാരയല്ല, എണ്ണ. സോറി, എണ്ണ. ഇതാണ് നമ്മുടെ മനോഹരമായ വാഴത്തടകൾ. അപ്പം മച്ചാന്മാരെ, ഇതൊക്കെയാണ് നമ്മളെ മനോഹരമായ വാഴത്തടകൾ. ഇത് ഒരു സൈഡ് വ്യൂ ആണ്, അല്ല ഇത് ഫുള്ള് വ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ട് ആസ്വദിക്കൂ. അപ്പോൾ നമുക്ക് മാവിൻ്റെ അടുത്തേക്ക് പോവാം. മാവെന്ന് പറയുന്നത് എന്തിനാണ്, മാവിൻ്റെ പുറത്തൊക്കെ കയറിയിരിക്കണം. അതൊക്കെ പണ്ടത്തെ ആൾക്കാരാണ് മാവിൻ്റെ പുറത്തൊക്കെ കയറിയിരിക്കുന്നത്. ഇപ്പം അങ്ങനെ ആരും അങ്ങനെ കയറിയിരുന്ന അനുഭവം ഇല്ല. നമ്മളിതുവരെ കണ്ടിട്ടില്ല. അപ്പം നമ്മൾ പോകാൻ പോവാണ്. കണ്ടോ ഗൈസ്, ഇവിടെ പാലമൊക്കെ ഉണ്ട്. കണ്ടോ, ഇവിടെ തോടാണ്. ഈ തോടാണ് നമ്മൾ രാവിലെ ഇതുവഴിയാണ് അങ്ങ് എത്തണത്. രാവിലെ കാണിച്ച തോടിൻ്റെ ഫുൾ ഫ്രെയിമാണിത്. കണ്ടോ, അങ്ങോട്ടൊക്കെ ഭയങ്കര അഴുക്കും കൊതുകൊക്കെ മുട്ട ഇട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളത് അവിടെ ഒന്ന് ഇതാക്കി വിട്ടതാണ്. ഇത് നമ്മുടെ പൂച്ചെടികളാണ്. പൂച്ചെടികൾ നല്ല മനോഹരമായ പൂച്ചെടികളാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കൂ, ഈ തോർത്ത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ വെച്ചേക്കണതാണ്. നമുക്ക് ഞാൻ പിന്നീട് അതിൻ്റെ രഹസ്യം പറഞ്ഞു തരാം. ഇപ്പം പറഞ്ഞു തരില്ല, എന്നാൽ അതെല്ലാം ഫ്ലോ പോകും. അപ്പം നമ്മളെ മാവ് എവിടെയാണ് നിൽക്കണം എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. മാവ് എവിടെയെന്ന് വെച്ചാൽ വേണ്ട, ഇതാണ് ഒരു മാവ്. ഇതൊരു മാവ്. അയ്യോ ഗായ്സ്, ചെരുപ്പ് പണി പാലിച്ച്. ഗായ്സ്, ഒരു മിനിറ്റ്, ഞാൻ ഈ ചെരുപ്പൊന്ന് കുത്തി ഇട്ടോട്ട്. അയ്യോ ഗായ്സ്, ഈ ചെരുപ്പിന് എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ്, നടക്കുമ്പോൾ ഊരിപ്പോകും. അപ്പോൾ ഗായ്സ്, ഞാൻ ഈ മരത്തിൻ്റെ പുറത്ത് കയറാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഞാൻ കയറാൻ പോവുകയാണ്. ഈ ചെരുപ്പ് ഇവിടെ ഊരിയിടാണ് ഗായ്സ്. ചെരുപ്പിട്ടുകൊണ്ട് വേറെ തെന്നി അടിച്ചൊന്ന് മുപ്പനൊക്കെ പിടിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ മാവിൻ്റെ മണ്ടയിലൊക്കെ കയറി നമ്മൾ ഇരിക്കുകയാണ് ഗൈസ്. നല്ലൊരു സുഖമാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ അവിടെയൊക്കെ നമ്മുടെ കൃഷി കാര്യങ്ങളൊക്കെയാണ്, വെട്ടി തുടച്ചൊക്കെ ഇട്ടേക്കാണ്. അപ്പോൾ അവിടെയൊക്കെ ഇവിടെയൊക്കെ കഴിഞ്ഞ ഇലയിലും ഇതൊക്കെയാണ് ഇട്ടേക്കണത്. പിന്നെ അവിടെ മാമാർ വന്ന് കൃഷിയൊക്കെ ചെയ്യും, വാഴയൊക്കെ നടും. പിന്നെ ഇതാണ് നമ്മളെ മെയിൻ മാവ് ഇവിടെയാണ്. പിന്നെ ഇവിടെ വേറൊരു മാവും കൂടെ ഉണ്ടായിരുന്നു, അത് വെട്ടി തൊലച്ച് കളഞ്ഞു ഗായ്സ്. ഇതൊക്കെ വെട്ടിക്കളയും ഗായ്സ്. മരത്തിനൊന്നും വെട്ടി നോവിച്ചുകൂടാ ഗായ്സ്. അതൊക്കെ കുറ്റമാണ്, നമ്മൾ അതിൻ്റെ കൂടെ ചെയ്യുന്ന കുറ്റമാണ് ഗായ്സ്. അങ്ങനെ ഒരു കാരണത്തിലും നമ്മളത് വെട്ടി ഇല്ലാതാക്കല്ല് ഗായ്സ്. അത് വെറും കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഗായ്സ്, അപ്പം ഇവിടെ പണ്ടൊരു മാവ് ഉണ്ടായിരുന്നു. നമ്മളെ കുട്ടിക്കാലം മുതൽ 2 മാവ് ഇവിടെ ഉണ്ടായിരുന്നു. മറ്റേ മാവെന്ന് വെച്ചാൽ ഭയങ്കര നീളമായിരുന്നു ഗൈസ്. മറ്റേ ഈ പാർക്കിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കയറി പോയി വണ്ടർലാൻഡ് കണക്കായിരുന്നു ഗൈസ്. അപ്പോൾ എന്തൊരു ഗൈസ്, നമ്മൾ കൂട്ടുകാരോടൊക്കെ വന്നിരിക്കും. പിന്നെ ആ മരം ഇവിടുത്തെ വെട്ടി കളഞ്ഞു ഗൈസ്. അപ്പോൾ നമുക്കൊരു സുഹൃത്ത് പോയ കണക്ക് നല്ല വിഷമമുണ്ട് ഗൈസ്.
എന്ത് ചെയ്യാൻ, നല്ലൊരു വിഷമമാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ അടുത്തേക്ക് പോയാണ്. ഞാൻ ആദ്യത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞു മറ്റേ കുളം, നമ്മളെ തോട്. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ പാർട്ട് 3 നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് 3 നിങ്ങൾ ചെയ്യണം. പിന്നെ കമൻറ്റും ചെയ്യണം. ഇത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. കം ഓൺ ഗൈസ്, ഞാൻ ചാടി ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഞാൻ നിങ്ങളെ ആദ്യത്തെ വ്ളോഗിൽ ഞാൻ എരുമേനൊന്നും കാണിച്ചു തന്നില്ല. അപ്പോൾ താണ്ട എരുമ നിൽക്കുന്ന കണ്ടോ ഗായ്സ്. എരുമയാണോ പശുവാണോ എന്തരാണെന്ന് അറിഞ്ഞുകൂടെ ഒരു സംഭവമാണത്. പശുവിനെ കണക്കൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഗായ്സ്, ഞാൻ തോട്ടിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസുകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി, പാർട്ട് 3 കിട്ടാൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടേ പറ്റൂ. അപ്പോൾ ടാറ്റാ.